മൂന്നാർ യാത്രയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 7ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൂന്നാറിലെ അതിമനോഹരമായ ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മൂന്നാറിൽ ഞാൻ സ്റ്റേ ചെയ്തിരുന്ന ചിത്തിരപുരം, അതായത് ആനച്ചാൽ കുഞ്ചിത്തണ്ണി റോഡിലാണ്. അപ്പോൾ നമ്മൾ ആനച്ചാൽ കുഞ്ചിത്തണ്ണി റോഡിലൂടെ നമ്മൾ മൂന്നാറിലേക്ക് വന്നിട്ട് അടിമാലി ഭാഗത്തേക്ക് വരുമ്പോൾ റൈറ്റ് തിരിഞ്ഞിട്ടാണ് നമ്മൾ മാങ്കുളം വഴി ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ ചെറിയ എപ്പിസോഡുകളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാങ്കുളം വഴി ലക്ഷ്മി എസ്റ്റേറ്റ് മാത്രമാണ്. ലക്ഷ്മി എസ്റ്റേറ്റിൽ വെച്ച് നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് ലെങ്തി ആവില്ല വീഡിയോ, ബാക്കിയുള്ള എപ്പിസോഡ് അത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ മൂന്നാറിലെ റോഡുകളുടെ മനോഹാരിത ഞാൻ ഒരുപാട് വർണ്ണിക്കണില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ രാവിലെ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ആയിട്ടില്ല. ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു ടൈമാണ്. നമ്മളങ്ങനെ മാങ്കുളം റൂട്ടിലേക്ക് കയറി. അപ്പോൾ ഈ മാങ്കുളം റൂട്ടിലേക്ക് പോകുമ്പോൾ മെയിനായിട്ട് കാണുന്നത് ഫുള്ള് ഏലത്തോട്ടങ്ങളാണോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം ഏലത്തോട്ടങ്ങളാണ്. മൂന്നാറിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ഒരുപാട് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ മാങ്കുളത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് തേയിലത്തോട്ടങ്ങൾ ഉണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ കാണുന്നത് ഏലത്തോട്ടങ്ങളാണ്. അപ്പോൾ നമ്മളങ്ങനെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് കയറി. ഇവിടെയൊക്കെ വെള്ളം കിടക്കുന്നുണ്ടല്ലോ, പൈപ്പ് പൊട്ടിയാണോ? ഒരുപാട് സ്ഥലത്ത് വെള്ളം കിടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മൂന്നാറ് വരുന്ന വിനോദസഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ലക്ഷ്മി എസ്റ്റേറ്റ്. വളരെ മനോഹരമായ ഒരു എസ്റ്റേറ്റ് ആണ് മൂന്നാറിലെ ലക്ഷ്മി എസ്റ്റേറ്റ്. അത് നമ്മൾ മാങ്കുളത്തേക്കൊക്കെ പോകുമ്പോൾ ഈ ലക്ഷ്മി എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ മാങ്കുളത്തേക്ക് പോകുന്നത്. അപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റിന്റെ കാഴ്ചകളാണ് നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോയിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തേയിലത്തോട്ടമൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ. നമ്മൾ മൂന്നാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു വൈബാണ് ഇവിടുത്തെ. മൂന്നാറ് മോശമാണെന്നല്ല പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മുടെ വാഗുവര എസ്റ്റേറ്റ് ഉണ്ട്, അതും ഈ പറഞ്ഞതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു തേയിലത്തോട്ടമാണ് അവിടുത്തെ ആ എസ്റ്റേറ്റുകളും. നല്ല ഭംഗിയാണ്. അത് കണ്ടോ, ഇതാണ് നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ മെയിനായിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഇരട്ടി ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ. നല്ല തണുപ്പാണ് കേട്ടോ ഈ സമയത്ത്. നല്ല തണുപ്പുള്ള നല്ലൊരു പ്രത്യേക ക്ലൈമറ്റാണ് ഇപ്പോൾ ഈ സമയത്ത്. ഇപ്പോൾ വെയിലുണ്ടെന്ന് നമ്മൾ അറിയില്ല, പക്ഷേ നല്ലൊരു കോട ഇല്ല എങ്കിൽ പോലും നല്ല തണുപ്പ്, നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള നല്ലൊരു വൈബാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇവിടെ ആളുകൾ, ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ടുള്ള ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. ലക്ഷ്മി എന്നാണോ ലക്ഷ്മി എന്നാണോ ഇവിടെ എഴുതിയിരിക്കുന്നത്? ലക്ഷ്മി എന്നാണ് കേട്ടോ, പക്ഷേ ലക്ഷ്മി എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ഇവിടെ ബോർഡ് കാണിച്ചു തരാം വണ്ടി നിർത്തിയിട്ട്. ഇത് കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്നത്, ബോർഡിൽ എഴുതിയിരിക്കുന്നത് ലക്ഷ്മി എന്നാണ്. ലക്ഷ്മിയാണോ എന്തെങ്കിലും ആവട്ടെ.
ദൂരേക്ക് നോക്കിക്കഴിയുമ്പോൾ ചെറുതായിട്ട് കോടയുണ്ട്, പക്ഷെ വെയിൽ വന്നതുകൊണ്ട് കോട ഇങ്ങനെ മങ്ങി തുടങ്ങി. ഇവിടേക്ക് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഫോണിൽ കൂടി അല്ലെങ്കിൽ വീഡിയോ ഒന്നും കണ്ടിട്ട് കാര്യമില്ല, അത് അനുഭവിച്ചതന്നെ അറിയണം. ഒരു പ്രത്യേക വൈബാണ് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ മനോഹാരിത. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ മറന്നു, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് തന്നെ കരുതി പോകും. അതുപോലത്തെ വൈബാണ്. ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ഫോട്ടോഷൂട്ടോ കാര്യങ്ങൾ വീഡിയോഗ്രാഫി എന്തിനും പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. വൈറ്റ് ഡ്രസ്സൊക്കെയാണ്, വൈറ്റ് കളറ് ഒക്കെ ആണെങ്കിൽ ഈ കാണുന്ന തേയിലത്തോട്ടവുമായി നല്ല മാച്ചിങ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ലക്ഷ്മി എസ്റ്റേറ്റിലെ കാഴ്ചകൾ. ഇതുപോലുള്ള തേയിലത്തോട്ടങ്ങൾ ഈ മൊട്ടക്കുന്ന് പോലുള്ള ഒരുപാടുണ്ട്. അപ്പം ഞാൻ ഏകദേശമൊക്കെ ഒരുവിധമൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിൽ നിന്നും യാത്ര തിരിച്ചു. ഇനിയിപ്പോൾ നമുക്കിനി പോകാനുള്ളത് മാങ്കുളം വഴി. മാങ്കുളം ചെറിയൊരു ടൗൺ ആണ് കേട്ടോ. മാങ്കുളം കഴിഞ്ഞിട്ട് ആനക്കുളമുണ്ട്, അവിടുന്ന് പൂയംകുട്ടിയിലേക്കൊക്കെ പോകാം, പക്ഷെ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ആനക്കുളത്ത് എല്ലാ ദിവസവും വൈകിട്ട് ഒരു 6:30, 6:45, 7 മണി ആ സമയങ്ങളിൽ ആനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ വരുന്ന സമയമാണ്. പക്ഷെ ഇപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലെങ്കിൽ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ആനക്കുളം കൂടെ കാണിച്ചു തരാം. പക്ഷെ ആനക്കുളത്തിന്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.